ഇനി ഇത് അധിക കാലം ഉണ്ടാവുമെന്ന് അറിയില്ല. ടിപ്പു സുൽത്താൻ കോട്ടന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണിത്. പാലക്കാട് പോയ മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ് ടിപ്പു സുൽത്താന്റെ കോട്ട. നമ്മളെ നാട്ടിൽ ഇതുപോലെ പല ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. വലിയ മീനുണ്ടല്ലോ, നിറയെ മീന്, നിറയെ ആമ. അയ്യോ എത്ര ഇങ്ങനെ മീന്. ഇങ്ങോട്ട് വരുന്നത് ശരിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ആമനെ കാണുന്നത് സത്യത്തിലോ. ഫ്രണ്ടിലാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ആ ടിക്കറ്റ് കൗണ്ടറിന് ഒരുപാട് ദൂരം കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടോ ടിക്കറ്റ് ചെക്ക് ചെയ്യണത്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, അത് വരെ വരാൻ ടിക്കറ്റ് വേണ്ട, അതിനുശേഷം ടിക്കറ്റ് വേണം എന്നുള്ളതാണ്. അഥവാ ടിക്കറ്റ് എടുത്ത് മറന്ന് ഇത് ഏറ്റവും വന്നാൽ അത്രയും ദൂരം പിന്നെയും തിരിച്ചു നടക്കണം കേട്ടോ. അവിടെ ഒരു ഓപ്ഷനും ഇല്ല. ഞാന് കിക്കില് ഇതാണ് എന്റെ മമ്മീന്റെ പൊന്നാണ്. യാമി മരത്തുമ്പോ കേറാൻ പറ്റും. പോയി നോക്ക്. പൊയ്ക്കോ പൊയ്ക്കോ, ഒന്നും കാട്ടില്ല, കോഴിയാണ്. അതൊന്നും മനസ്സിലാക്കില്ല. ഇവരിത് സംരക്ഷിച്ച് പോരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ചെതിൽ പിടിച്ച് ഇവിടെയൊക്കെ കൊഴിഞ്ഞടി അങ്ങനത്തെ സംരക്ഷണമാണോ ഉദ്ദേശിച്ചെന്ന് അറിയില്ല കേട്ടോ. മ്യൂസിയം ആണെന്ന് തോന്നുന്നു. സെക്യൂരിറ്റി ഒക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയിട്ട് വരാം. ഫോട്ടോഷൂട്ടും കാര്യങ്ങളാണ് കാര്യമായിട്ടുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ തീരെ ഒരു മെയിൻ്റനൻസ് ഇല്ല. നമുക്ക് ഉള്ളിലേക്ക് വേറെ കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ കാണാനൊന്നും ഇല്ല കേട്ടോ. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ ഗവൺമെൻറ് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല, അതൊക്കെ പൂട്ടിയിട്ടാണ്. ആ ബിൽഡിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടുന്ന രീതിയിലാണ്. അത് നമുക്ക് 2-3 കൊല്ലം കൂടി കഴിഞ്ഞാൽ അവിടെ കാണാനേ പറ്റൂല. ഇനി അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് കുറച്ച് ഗ്രാമങ്ങളൊക്കെ കാണാമല്ലോ എന്നുള്ള രീതിയിൽ അറിയാതെ ഏതൊക്കെ റോട്ടിലൂടെ ഞങ്ങൾ അങ്ങനെ പോയിട്ടോ. പക്ഷെ സംഗതി ഉഷാറായിരുന്നു. നല്ല കുളിർമുള്ള കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. സമയം വൈകുന്നേരം ആയിട്ടുണ്ട് കണ്ടോ. ആകാശത്തിൻ്റെ ഒക്കെ മാറ്റം കണ്ട് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടോ. ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും നല്ലത് കിട്ടൂല. സോ ഞങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തു.
നാരങ്ങ സോഡയും നന്നാരി സർബത്തൊക്കെ വാങ്ങി നമ്മൾ ഡാമിൻ്റെ സൈഡിലിരുന്നു കേട്ടോ. ഇതാ ആ സൈഡൊക്കെ നല്ല മഞ്ഞ് മൂടി മൂടി വരുന്നുണ്ട്. ഇതാ രാത്രിയായി തുടങ്ങി, നല്ല മഞ്ഞാണ് കേട്ടോ. കുറച്ച് നേരം സംസാരിച്ചിരുന്ന് നമ്മൾ വണ്ടി തിരിച്ചു. മെക്കിൻ്റെ ലോഗോ കണ്ടപ്പോൾ യമീമോക്ക് ബർഗർ കഴിക്കാനൊക്കെ കൂതി. അങ്ങനെ ഇതാ ഡ്രൈവ് ത്രൂവിൽ കയറിയതാണ് കേട്ടോ. അവിടുത്തെ ആ കുട്ടിക്കാണെങ്കിൽ യമീമോള് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി ഒരു ക്ലിനിക്ക് കയറി യമീമോള് ജലദോഷമൊക്കെ അവിടെ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക്.